ഹലോ ഫ്രണ്ട്സ്, ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ? കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും പഴയ വീഡിയോസ് കാണുകയും ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൂടുവെള്ളമോ എണ്ണയോ ചേർത്ത് കുഴയ്ക്കാതെ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ചോറാണ് എടുക്കുന്നത്. ചോറ് നമ്മൾ മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 4 ഗ്ലാസ് 250 ml ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചോറാണ് ഇട്ട് കൊടുത്തത്. അതിന് നമ്മൾ ഈ ഗ്ലാസ്സിനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ചോറൊന്ന് അരയുന്നതിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ചോറ് നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. ഇനി നമുക്ക് ഒന്ന് അരച്ചുകൊണ്ട് വരാം. ചോറ് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വേണ്ടേ? ഇനി അതിനകത്തേക്ക് നമുക്കൊരു 3 ഗ്ലാസ് 250 ml ഗ്ലാസ്സിന് 3 ഗ്ലാസ് ആട്ടപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുക. ഒരു ഗ്ലാസ് നമ്മൾ ചേർത്ത്, ഇത് രണ്ടാമത്തെ ഗ്ലാസ് 2. ഇനി 1 ഗ്ലാസ് കൂടെ ചേർത്ത് കൊടുക്കുക. മൂന്ന് ഗ്ലാസ് പൊടി ചേർത്ത്, ഇനി പൊടിയുടെ ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനിയും ഈ ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഉപ്പ് എല്ലായിടും ഒന്ന് പിടിക്കട്ടെ. അല്ലെങ്കിൽ ഇത് അടിച്ചെടുക്കുന്ന ജാറ് കഴുകുന്നതിനും പാടില്ല. നമ്മൾ അല്പം പൊടി ഇങ്ങ് കുഴയ്ക്കുന്ന പാത്രത്തിലോട്ട് ഇട്ടിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചൊന്ന് അടിച്ചാൽ മതി. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ജാറ് കഴുകിയെടുക്കുകയും ചെയ്യാം. ഇനി നമുക്കൊന്ന് അടിച്ചുകൊണ്ട് വരാം. നമ്മൾ മിക്സിയിൽ അടിച്ചപ്പോൾ ഈ രീതിയിലാണ് കിട്ടിയത്. ഒരല്പം വെള്ളത്തിന്റെ കുറവുണ്ട്. ഇനി നമുക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം. ചപ്പാത്തി അങ്ങ് പൊള്ളി കുടരണമെന്ന് ആഗ്രഹമുള്ളവർ ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ എണ്ണയോ അല്ലെങ്കിൽ 1 മുട്ടയോ ചേർത്താൽ നന്നായിട്ട് പൊങ്ങി കുടരും. ഞാൻ എണ്ണ ചേർക്കുന്നില്ല, വെള്ളം ചേർത്താണ് കുഴയ്ക്കുന്നത്. അതിനായിട്ട് നമുക്കൊരല്പം വെള്ളം ഇപ്പം മതി. എന്നിട്ട് കുഴച്ച് നോക്കാം. പോരഴിയുണ്ടെങ്കിൽ ചേർക്കാം. ചപ്പാത്തിയുടെ മാവ് വേണ്ട കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റാണ്. നമ്മളിതിന് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടില്ല, എണ്ണ ചേർത്തിട്ടില്ല. ഇനി നമ്മളതിന് അല്പസമയം കുതിരാൻ വെച്ചിട്ട് നമ്മൾ പരത്തി ചുട്ടെടുത്താൽ മതി. പരത്തി എടുക്കുമ്പോൾ മാത്രം നമ്മൾ കയ്യിൽ അല്പം എണ്ണ തടയിക്കൊണ്ടെടുത്ത് ആ പൊടിയിലൊന്ന് മുക്കി പരത്തിയെടുത്താൽ മതി. ഇനി മിക്സിയുടെ ജാറ് കഴുകുന്നതിന് നമുക്ക് പ്രയാസമില്ല. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ നമ്മൾ ഒന്ന് അടിച്ചെടുത്താൽ മതി മിക്സിയിലോട്ട് വെച്ച്. നമ്മൾ ചപ്പാത്തി പരത്താൻ ആരംഭിക്കുകയാണ്. അതിനായിട്ട് വേണ്ട നമ്മൾ അല്പം എണ്ണ എടുത്ത് 2 കയ്യിലും ഇങ്ങനെ ഒന്ന് തടകിയിട്ട് ഇതിൽ നിന്ന് ഓരോ ഉരുള എടുക്കണം. കയ്യിൽ വെച്ച് നന്നായിട്ട്, ഞാൻ മീഡിയം ടൈപ്പുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. വലിയ ചപ്പാത്തി ആണെങ്കിൽ വലിയ ഉരുള എടുത്തോണം. എന്നിട്ട് നമ്മൾ ഈ പൊടിക്കകത്തോട്ടൊന്ന് മുക്കി പരത്തിയെടുക്കുക. ഈ രീതിയിൽ നമുക്ക് ചപ്പാത്തി എല്ലാം പരത്തിയെടുക്കാം.
ചപ്പാത്തി എല്ലാം നമ്മൾ പരത്തി കഴിഞ്ഞതേണ്ട പലകയിലൊന്നും അല്പം പോലും പിടിക്കത്തില്ല. നമ്മൾ പരത്താൻ കയ്യെ തൊടാൻ എടുത്ത എണ്ണ എടുത്തതിന്റെ ബാക്കി ഇത്രയും അധികം ഉണ്ട്. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ആരംഭിക്കുക. അതിനായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലൊരു അല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കാം. സ്റ്റൗവിന്റെ ഫ്ലെയിം നമ്മൾ മീഡിയം ഫ്ലെയിം വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. മറു സൈഡിൽ കൂടെ നമുക്ക് അല്പം എണ്ണ ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുക്കാം. ഈ എണ്ണ മാത്രമേ നമ്മൾ ഇതിന് പുരട്ടുന്നുള്ളൂ. ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കൊളസ്ട്രോളും ഹാർട്ട് പേഷ്യൻസിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ അധികം എണ്ണമയം ഇല്ലാതെ തന്നെ അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും. എണ്ണ ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ ഒരുപാട് പൊങ്ങി കൂട്ടിയിരിക്കും. എണ്ണയും മുട്ടയൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ രോഗമൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കിയാൽ അതിൻ്റെ നല്ല മയത്തി കിട്ടും. എണ്ണ അധികം വേണ്ട. തിരിച്ചും പിരിച്ചും ഇട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. അത് മൂത്തിട്ടുണ്ട്. നമുക്കതിന് എടുക്കാം. ഇനി കല്ലേലോട്ട് ഒരല്പം എണ്ണ ഒന്ന് തടയി അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു വശം മൂക്കുമ്പോൾ ഇവിടെ കൂടെ അല്പം എണ്ണ ഒന്ന് തൊട്ട് കൊടുത്തിട്ട് തിരിച്ചും പിരിച്ചും ഇട്ട് നമുക്ക് എല്ലാം മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തി റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് എണ്ണ ചേർക്കാതെ നല്ല ടേസ്റ്റിലും നല്ല മയത്തിലും ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചപ്പാത്തി എങ്ങനെയുണ്ട്? അപ്പൊ ഈ രീതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. താങ്ക് യു.